ഉത്തർപ്രദേശ് പിടിക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കോൺഗ്രസിന് പ്രയാസമാണ്. 80 മണ്ഡലങ്ങളുള്ള യു.പിയിൽ തിളങ്ങിയവർക്കാണ് രാജ്യം ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാലത്ത് കോൺഗ്രസിനൊപ്പമായിരുന്നു യു.പി. അന്ന് രാജ്യം ഭരിച്ചതും കോൺഗ്രസ് തന്നെ. പിന്നീട് വോട്ടുകൾ ചിതറിയപ്പോൾ കേന്ദ്രഭരണത്തിലും അടിക്കടി മാറ്റങ്ങൾ കണ്ടു. 2014 മുതൽ ബി.ജെ.പിയാണ് യു.പിയിൽ തിളങ്ങുന്നത്. ഇത്തവണ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യം ചേർന്നാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത്. 20-ൽ താഴെ സീറ്റിൽ മാത്രമാണ് മത്സരം. 2019-ൽ 67 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച ചെയ്താണ് ഇത്തവണ കളത്തിലിറങ്ങിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2014-ൽ ബി.ജെ.പി തരംഗത്തിലും യു.പിയിൽ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുമാണ് വിജയിച്ചത്. 2019-ൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അമേഠി രാഹുൽ ഗാന്ധിയെ കൈവിട്ടു. 51,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പിയുടെ സ്മൃതി ഇറാനി വിജയിച്ചു. വയനാട്ടിൽ വിജയം ഉറപ്പുള്ള രാഹുൽ ഗാന്ധി അമേഠിയിൽ ഇത്തവണയും ജനവിധി തേടുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്മൃതി ഇറാനിയോട് വീണ്ടും മാറ്റുരയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പുകൾ പൂർത്തിയാകുന്നതോടെ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. സോണിയാഗാന്ധിയുടെ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതു സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം സ്ഥിരീകരണം നൽകിയിട്ടില്ല. ബി.ജെ.പിയുടെ ദിനേശ് പ്രതാപ് സിംഗിനെ 1.67 ലക്ഷം വോട്ടുകൾക്കാണ് 2019-ൽ സോണിയാഗാന്ധി പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ശക്തമായ പിന്തുണയുള്ള മണ്ഡലമായിട്ടാണ് റായ്ബറേലിയെ പരിഗണിക്കുന്നത്. രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിച്ചാൽ പ്രവർത്തകർക്ക് കൂടുതൽ ആവേശമാകുമെന്നും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും ചില കോൺഗ്രസ് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. എസ്.പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കാൻ തീരുമാനിച്ചതും ഇക്കാര്യം പരിഗണിച്ചാണ്. രാഹുൽ മത്സരിക്കാൻ തയ്യാറായാൽ രാഹുലും സ്മൃതി ഇറാനിയും തമ്മിൽ നടക്കാൻ പോകുന്ന മൂന്നാമത്തെ പോരായിരിക്കുമിത്. അമേഠിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ ശനി ഞായർ ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. അമേഠിയിലെ രാഹുലിന്റെ വീട് മോഡി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇനി ജയിക്കാൻ മോദി പരീക്ഷിച്ച അതേ വഴിയിൽ രാഹുലും പ്രിയങ്കയും കടന്നു പോകുമോയെന്നും പറയാൻ കഴിയില്ല. കാരണം യു.പി പിടിക്കാൻ ഇത്തരം മാർഗങ്ങളെ വിജയം കാണുകയുള്ളൂ. അതിനായി രാഹുലും പ്രിയങ്കയും വൈകാതെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും പ്രചരണമുണ്ട്. പത്രിക സമർപ്പിക്കും മുൻപ് ക്ഷേത്രത്തിലെത്തുമെന്നാണ് വാർത്തകൾ. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. മെയ് 20-ന് നടക്കുന്ന 5-ാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ്. അതേസമയം കഴിഞ്ഞ തവണ തോറ്റ അമേഠിയിൽ ഇത്തവണ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി പേടിക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോദയിലിറങ്ങുന്നത് റായ്ബറേലിയിലാകുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിനെയും നേതാവ് രാഹുലിനെയും വെട്ടിലാക്കി ഉത്തർപ്രദേശ് പി.സി.സി അധ്യക്ഷൻ അജയ് റായ് എത്തിയിരുന്നു. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ തന്റെ പഴയ മണ്ഡലമായ അമേഠിയിൽ നിന്നു തന്നെ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമെന്ന് പ്രഖ്യാപിച്ചാണ് പാർട്ടിയെ അജയ് റായ് വെട്ടിലാക്കിയത്. രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് വീണ്ടും വരുമെന്നും വിജയിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റായിരുന്നു അമേഠി. ആകെ നടന്ന 16 തെരഞ്ഞെടുപ്പുകളിൽ 13-ലും വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. 1980-ൽ സഞ്ജയാണ് നെഹ്റു കുടുംബത്തിൽ നിന്നും ആദ്യമായി അമേഠിയിൽ മത്സരിക്കുന്നത്. തുടർന്ന് 1981, 84, 89, 91 വർഷങ്ങളിലായി രാജീവ് തുടർച്ചയായി 4 വട്ടം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറി. 1999-ൽ സോണിയ മത്സരിക്കാനായി തെരഞ്ഞെടുത്തതും അമേഠി തന്നെ. സോണിയ റായ്ബറേലിയിലേക്ക് മണ്ഡലം മാറ്റിയപ്പോൾ രാഹുൽ 2004-ൽ അമേഠിയിലെത്തി. 2014 വരെ 3 വട്ടം ഈ മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ലോക്സഭയിലെത്തിയത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് രാഹുൽ അമേഠിയിൽ ഏറ്റുവാങ്ങിയത്.